ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഞങ്ങളിന്ന് ഗ്ലോബൽ വില്ലേജ് പോവാണ്. ഇത് മൂന്നാമത്തെ തവണ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോകുന്നത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡ് വന്നു, ബിരിയാണി. ഞങ്ങൾ ബസ്സിൽ കയറി ഒരു 20 മിനിറ്റ് കൊണ്ട് ബസ് എടുക്കുന്ന പറഞ്ഞ ബസ്സിൽ അധികാരമില്ല, ഒരു 4 പേരേ ഇല്ലു. ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ട്രിപ്പാണ് ഗ്ലോബൽ വില്ലേജിലേക്ക്. ആദ്യം പോയ സമയത്ത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അന്ന് വീഡിയോ എടുക്കുന്നതിലായിരുന്നു എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ. സെക്കൻഡ് ടൈം പോയപ്പോൾ ഞാൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഇതിനി ക്ലോസ് ചെയ്യാനായാലും ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടി പോയിട്ട് വരാമെന്ന് വെച്ചു. എനിക്ക് അവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടം. അല്ലേ പ്രതീഷ് പറയല്? ലാസ്റ്റ് 2 തവണയും രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഗ്ലോബൽ വില്ലേജ് വെളിച്ചത്തൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും ആ ആഗ്രഹങ്ങൾ നടന്നു. 2 തവണ വന്നപ്പോഴും ഞാൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പോയതൊരു വീക്കെൻഡിലായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് രാത്രി ആയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ പവലികളിലും കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വരവിൻ്റെ മെയിൻ ഉദ്ദേശം കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് കുറേ സ്പോട്ട് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇന്ത്യൻ്റെ അങ്ങോട്ടേക്കാണ് പോയത്. ഇന്ത്യ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ തവണ പോയ സമയത്ത് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ്റെ പവലിയൻ്റെ മുന്നിലാണ്. പിന്നെ അതിൻ്റെ അകത്ത് കയറാന്ന് വെച്ചു. എവിടെ ഇന്ത്യ? അപ്പം ഇനി ഇന്ത്യൻ്റെ പവലിയൻ്റെ ഉള്ളിൽ കയറാന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഒരുവിധം എല്ലാം കൂടി എടുത്ത് അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഇതിനിടയിൽ ഞാൻ ചിന്നൂനെയും ഹരിതനും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് ഗ്ലോബൽ വില്ലേജ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 അമ്മമാരെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 2 പേരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ്റെ പവലിയനിലുള്ള മെയിനായിട്ട് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കയറിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ? കഴിഞ്ഞ തവണ വന്നപ്പോൾ 2 ദിറത്തിനും 5 ദിറത്തിനൊക്കെ കമ്മലും ബ്രേസ്ലെറ്റും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കമ്മലിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേസ്ലെറ്റും നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇന്ത്യൻ്റെ പവലിയൻ്റെ അകത്ത് കുറേ ഡ്രസ്സസ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത്. പിന്നെ 2 ദിറംസിന് സ്പൈസസ് ഉണ്ട്. പിന്നെ 2 ദിറംസിന് കുറേ ഇയറിങ്സും ബ്രേസ്ലെറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. 2 ദിറംസ്, 5 ദിറംസ്, 10 ദിറംസിനൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് കളിച്ചു. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വൈബ് അങ്ങനെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. നല്ല ചൂടായിരുന്നു. ഏതോ ഒരു പവലിയനിൽ കയറിയപ്പോൾ ബെറീൻ്റെ എന്തോ ഒരു സാധനം ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. ഏതൊക്കെ പവലിയനിലാണ് കയറിയതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയതും ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കാണ്ട് നേരെ നടന്നതും വാ മോളെ എന്നും പറഞ്ഞിട്ട് ഒരു ചേച്ചി വന്ന് എൻ്റെ കൈയും പിടിച്ചൊരൊറ്റ പോക്കായിരുന്നു. കയറുമ്പോഴേ പ്രജയേട്ടൻ പറഞ്ഞായിരുന്നു, അതേ നോക്കിക്കൊന്ന് നിപ്പ പൊക്കിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ലാസ്റ്റും സെയിം അവസ്ഥ തന്നെയായിരുന്നു. കയറി ഇതുപോലെ ചേച്ചി വിളിച്ചുകൊണ്ട് പോയി കയ്യിൽ എന്തൊക്കെയൊക്കെയോ യൂസ് ചെയ്ത് നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് തന്നു. സെയിം അതേ ഇത് തന്നെയായിരുന്നു ഇത്തവണ സംഭവിച്ചത്. ഇതെന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് കറക്റ്റ് ഒന്നും ഓർമ്മയില്ല. ഷിയാ ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഓർമ്മയുള്ളത് എന്താ, നീല പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ മസാജ് ചെയ്ത് തന്ന് അതൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങണ്ട, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രബ് ചെയ്തു, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് തന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇട്ട് ഒരുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ അവിടെ ഇരുന്നു. ഇതാണെങ്കിൽ കഴിയാറായ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ പ്രജയേട്ടനെ കാണുന്നില്ല. പ്രജയേട്ടൻ ആ പരിസരത്തേ ഉണ്ടായിരുന്നില്ല. ആൾ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ ഐറ്റംസിനെ പറ്റി കൂടുതലൊന്നും അറിയാത്തത് കൊണ്ടൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. എന്തായാലും ആരും വാങ്ങിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അവര് തന്നെ കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് തന്നു. എന്നിട്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തത്. എൻ്റെ കൈ കണ്ടോ, നല്ല മാറ്റമുണ്ടോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് നല്ല സോഫ്റ്റായി, നോക്കൂ, നല്ല മാറ്റമുണ്ടോ എനിക്കറിഞ്ഞൂടാ. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ദാഹിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഹാപ്പിനെസ് സ്ട്രീറ്റിലൂടെ തേരാ പാര എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന സാധനം അവിടെ കിട്ടാനും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ മധുരമുള്ളതൊന്നും കഴിക്കാനും കുടിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. നടന്ന് കാലിന്റെ പരിപ്പിളകി. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചത് കൊണ്ട് തന്നെ എത്ര ബോട്ടിൽ വെള്ളം കുടിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് വല്ലതും കുടിക്കാന്ന് വിചാരിച്ച് പിന്നെ നേരെ അങ്ങോട്ടേക്കാ വെച്ച് പിടിച്ചത്. ഞങ്ങള് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോവാം. 2 തവണ വന്നപ്പോഴും അവിടെ പോയിട്ടില്ല. സോ ഇത്തവണ പോയി നോക്കാന്ന് വിചാരിച്ചു. കമോൺ, നിങ്ങളും വരും, കാണിച്ചു തരാം അവിടെ എന്തൊക്കെയുണ്ടോ. മധുരം വേണ്ടാന്നും പറഞ്ഞ് നടന്ന് ഞാൻ ഉള്ളൊന്ന് തണുക്കട്ടെ എന്ന് വെച്ചിട്ട് ഐസ്ക്രീം വാങ്ങാൻ വിളിച്ചു. ഈ മറ്റേ ടർക്കിഷ് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ അയാള് എന്നെ അങ്ങനെ ടാക്കിയിട്ടാണ് എനിക്ക് ഐസ്ക്രീം തന്നത്. അതിന്റെ വീഡിയോ ഇപ്പൊ എൻ്റെ കയ്യിലില്ലാതായിപ്പോയി. എൻ്റെ മൂക്കിനൊക്കെ അയാൾ ഐസ്ക്രീം ആക്കി തന്ന അവസാനം. പിന്നെ ടർക്കിഷ് ഐസ്ക്രീമിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചൂടായതുകൊണ്ട് തന്നെ കാലൊക്കെ ഒരുമാതിരിയായിട്ട് ഭയങ്കര ഇലയിടേനു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഷൂസൊക്കെ അയച്ചിട്ടിട്ട് കുറേ സമയം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ നോക്കി. പ്രജയേട്ടന് ഈ ഗെയിംസ് റൈഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഈ റൈഡ്സിലൊന്നും കയറുകയേ ഇല്ല. എനിക്ക് ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ
ഈ റൈഡ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ചെറുതിലൊക്കെ ഞാൻ പിന്നെയും കയറിയിട്ടുണ്ട്, വലുതായപ്പോൾ പിന്നെ ആ പരിസര പ്രദേശത്തോട്ടേ പോകാറില്ല. ലാസ്റ്റ് ഞാനൊരു തവണ അച്ഛൻ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചിട്ട് ജയന്റ് വീലിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അച്ഛൻ നിർബന്ധിക്കാറില്ല. അച്ഛൻ അങ്ങനെ മതി, ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛന് ശരിക്കും മതിയേനു. അതുകൊണ്ട് തന്നെ പിന്നെ എന്നെ നിർബന്ധിച്ചിട്ടേ ഇല്ല. എനിക്ക് വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഈ വെള്ളത്തിലൂടെ പോകുന്ന റൈഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ മേലേന്നേ ഇങ്ങനെ ഊരി വന്നിട്ട് വെള്ളത്തിലേക്ക് പോകുന്ന സാധനമില്ലേ, അതിലൊന്നും കയറാൻ പേടുന്നില്ല. അതിലൊക്കെ ഞാൻ അടിപൊളിയായിട്ട് കയറും. ഈ മറ്റേ എന്താ ഡിസ്കോ ഡാൻസും അങ്ങനത്തെ എന്തൊക്കെ സാധനമില്ലേ, പിന്നെ ഈ ഡ്രാഗൺ പോലത്തെ ഈ അങ്ങോട്ട് ഇങ്ങോട്ട് ഹൈറ്റിൽ പോയി ആടുന്ന, അതിൻ്റെ ഒന്നും അങ്ങോട്ടേക്കൊന്നും ഞാൻ പോവാറേ ഇല്ല. ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പരമാവധി എന്നെ നിർബന്ധിക്കും കയറാൻ വേണ്ടിയിട്ട്. ഞാനാരാ മോള്, കയറുവോ, എവിടെ? ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല. ഞങ്ങൾ 6 മണിക്കാന്ന് തോന്നുന്നു അവിടെ എത്തിയത്. 10:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റോട്ട് പിന്നെ നല്ല ടയേർഡായിപ്പോയി, വയ്യാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നായിപ്പോയിരുന്നു നടന്നിട്ട്. വലിയൊരു സോഫ്റ്റ് ടോയ് കിട്ടുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അത് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും എനിക്കത് എടുത്തിട്ട് നാട്ടിൽ വരാൻ പറ്റാത്തത് കൊണ്ടും മാത്രം അത് കളിക്കാൻ തന്നില്ല. അതാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതാണെങ്കിൽ കളിക്കുന്നവർക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സമയം അത് നോക്കി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് തിരിച്ചു പോവാണ്. എല്ലാം കറങ്ങി കണ്ടു. ഇനി ഇവിടെ കാണാൻ ബാക്കിയൊന്നുമില്ല. ഗ്ലോബൽ വില്ലേജ് കാണണമെന്ന് എൻ്റെ ആഗ്രഹം എന്തായാലും നിറവേറി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതും ഒന്നല്ല രണ്ടല്ല 3 തവണ അവിടെ പോയത്. എന്നെ കൊണ്ട് പറ്റാവുന്ന വിധം ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിന് പറയണം, ഗ്ലോബൽ വില്ലേജിൽ എടുത്ത ടിക്കറ്റ് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് മാത്രമല്ല, മിറാക്കിൾ ഗാർഡനിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മെയ് 10-നെങ്ങാനും ക്ലോസ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് അതിന് മുന്നേ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അത് മെയ് ലാസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്ന ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കോക്കനട്ട് വാട്ടറൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വെളിച്ചെണ്ണേൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ല. ആദ്യത്തെ സിപ്പ് എടുത്തപ്പോൾ ഒരുമാതിരി ആയിരുന്നു, അതെൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ അങ്ങ് കുടിച്ചു. അങ്ങനെ ഗ്ലോബൽ വില്ലേജിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ഏതെങ്കിലും ഒരു സീസണിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഗ്ലോബൽ വില്ലേജ്. ഏതെങ്കിലും ഒരു സീസണിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ പ്രത്യേകട്ട? കാണൂലേ? യെസ്.